നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ലോകത്തെ ഏറ്റവും ചൂടുള്ള 100 നഗരങ്ങളിൽ 98 ഇന്ത്യയിൽ. ഉഷ്ണതരംഗം, പൊതുയിടങ്ങളിൽ ശുദ്ധജലവും സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയും സൗകര്യങ്ങളും തണൽപ്പന്തലുകളും സ്ഥാപിക്കും. നിതിൻ രാജ് ജാതി മേൽക്കോയ്മയുടെ ഇര KN കുഞ്ഞഹമ്മദ്. കണ്ണൂർ ജില്ലയിൽ 18 ആശുപത്രികളിൽ ആന്റിവനം ലഭ്യം. രാത്രി 6 മുതൽ 11 വരെ വൈദ്യുതി ഉപയോഗം കുറക്കണം KSEB. പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. കണ്ണൂർ വിമാനത്താവളം ഇനി സൗരപ്രഭയിൽ. കണ്ണൂരിൽ അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. വടക്കൻ മലബാറിലെ ആദ്യ ഗാസ്ട്രോ ഇന്റർവെൻഷൻ റേഡിയോളജി സെന്റർ ഇനി കണ്ണൂരിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഉഷ്ണതരംഗം, പൊതു ഇടങ്ങളിൽ ശുദ്ധജലവും സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും തണൽപ്പന്തലുകളും സ്ഥാപിക്കും. സംസ്ഥാനത്ത് നിലവിലുള്ള ഉഷ്ണതരംഗം മൂലമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഓൺലൈനായി ചേർന്നു. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതു ഇടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കും. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സർവീസ്, ട്രേഡ് യൂണിയൻ, സന്നദ്ധ സംഘടനകൾ എന്നിവർ ഇക്കാര്യത്തിൽ ഏകോപിതമായ പ്രവർത്തനം നടത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാർക്കറ്റുകൾ, മറ്റു പൊതു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽപ്പന്തലുകൾ സ്ഥാപിക്കണം. സാധ്യമായ ഇടങ്ങളിൽ ട്രാഫിക് സിഗ്നൽ സമയദൈർഘ്യം കുറയ്ക്കുന്നത് സംബന്ധിച്ച് പോലീസ്, ട്രാഫിക് അധികാരികളുടെ അഭിപ്രായം തേടി ജില്ലാ കളക്ടർമാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപ്പൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയ പരിപാടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തും. വഴിയോരങ്ങളിൽ, കവലകളിലും, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളിലും തണ്ണീർപ്പന്തലുകൾ സ്ഥാപിക്കും. സഹകരണ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ സൗജന്യമായി തണ്ണീർപ്പന്തൽ ഒരുക്കുന്നുണ്ട്. കുടിവെള്ളം സാധ്യമാണെങ്കിലോ സംഭാരം, തണ്ണീർ, മത്തൻ തുടങ്ങിയവയും ലഭ്യമാക്കുന്ന ജനകീയ സംവിധാനം ഒരുക്കാൻ ശ്രമിക്കണം. കുടുംബശ്രീ, സഹകരണ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, മറ്റ് സർവീസ്, സന്നദ്ധ, ട്രേഡ് യൂണിയൻ സംഘടനകൾ തുടങ്ങിയവയെല്ലാം ചേർന്ന് പരമാവധി സ്ഥലങ്ങളിൽ നടപ്പിലാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് നേതൃത്വം നൽകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. യോഗത്തിൽ മന്ത്രിമാരായ K. രാജൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, VN വാസവൻ, MB രാജേഷ്, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് ക്യാമ്പസ് ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. നിതിൻ രാജ് ജാതി മേൽക്കോയ്മയുടെ ഇരയെന്ന് KN കുഞ്ഞഹമ്മദ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് പീഡനത്തിനിരയായി മരണത്തിന് കീഴടങ്ങിയ നിതിൻ രാജ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മേൽക്കോയ്മയുടെ ഭാഗമായ വിചാരണയുടെ ഇരയാണെന്ന് KN കുഞ്ഞഹമ്മദ് പറഞ്ഞു. നമ്മുടെ ക്യാമ്പസുകളിൽ ഇങ്ങനെ എത്രയോ വിദ്യാർത്ഥികൾ അരക്ഷിതത്വവും ഭയവും നേരിടുന്നുണ്ടെന്നും ക്യാമ്പസുകൾ ജനാധിപത്യ വൽക്കരണത്തിലൂടെ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രസാഹിത്യ പരിഷത്ത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അഷ്യാന അഷ്റഫ് കൂടി ചേരുന്നു. കേരളത്തിലെ താരതമ്യേന മെച്ചപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക ജീവിതം ഇത്തരം അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാണക്കേട്. ആധുനിക കാലത്തും സമൂഹത്തിന്റെ അടിത്തട്ടിൽ മായാതെ ജാതി കിടക്കുന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഇന്ത്യയിൽ ജാതിയെ നേരിടാതെ ഒരു സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വളർച്ചയും സാധ്യമല്ലെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. വൈവിലക്കി നിൽക്കുന്ന ഭീകരതയും ഭ്രാന്തുൽപാദനത്തിന്റെ സ്രോതസ്സുമാണത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകൻ പറഞ്ഞുവെങ്കിൽ രോഹിത് വെമുല എന്ന വിദ്യാർത്ഥി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് എന്റെ ജന്മമാണ് എന്റെ ശാപം എന്നാണ്. നിതിന്റേത് സ്ഥാപനവൽകൃത കൊല ആണ്. സഹോദരൻ അയ്യപ്പൻ എഴുതിയ പോലെ എത്ര വിദ്യ പഠിപ്പിലും ജാതി പോകാതെ സിദ്ധി കൈവന്നിടൊരിക്കലും. അധ്യാപകർക്ക് എത്ര വലിയ അക്കാദമിക യോഗ്യത ഉണ്ടെങ്കിലും ഒരു കാര്യവുമില്ല. ചെറിയ മൃഗത്തെ വലിയൊരു മനുഷ്യനാക്കുന്നതാണ് വിദ്യാഭ്യാസം. ക്യാമ്പസിൽ ജനാധിപത്യം നിഷേധിക്കുന്ന ക്യാമ്പസുകൾ അടിച്ചു തകർക്കുകയാണ് വേണ്ടത്. പ്രതിസന്ധികൾ കൂടെയുണ്ടാവേണ്ടവർ കൊലയാളികളായി മാറരുത്. നിതിന്റെ മരണത്തെ സാമ്പത്തിക ആപ്പുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാനാണ് ശ്രമം. അത് വാസ്തവമല്ല. ജാതി വേർതിരിവിലൊന്നും ഒരർത്ഥവുമില്ലെന്ന് ശാസ്ത്രം തെളിയിച്ചതാണ്.
അവയവദാനമോ രക്തദാനമോ നടത്തുമ്പോൾ അതിനൊരു അയിത്തവും ബാധകമല്ല. എന്നാൽ ഇപ്പോൾ അതിന് പോലും ജാതി തിരിയുന്നവർ ഉണ്ടെന്ന് ലജ്ജാകരമാണ്. നമ്മുടെയെല്ലാം ഭാഷയിൽ, കാഴ്ചയിൽ, സമീപനത്തിൽ ഉള്ള മനുഷ്യവിരുദ്ധത്വം തുറന്നു കാട്ടണം. നമ്മൾ നമ്മളെ തന്നെ അഴിച്ചു പണിയണം. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കാൻ നിതിൻ രക്തസാക്ഷിയായതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി മാളവിക ബിന്നി മുഖ്യപ്രഭാഷണം നടത്തി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് വി ജയശ്രീ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് ആർ ഉണ്ണിമാധവൻ, ടി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പസിലെ ജനാധിപത്യം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ഡോക്ടർ ടി കെ പ്രസാദ് വിഷയം അവതരിപ്പിച്ചു. മെഡിക്കോൺ പ്രതിനിധി കൃഷ്ണപ്രിയ, വി എം സാങ്കേതിക സംസ്ഥാന കമ്മിറ്റി അംഗം രോഷിത് പി വി, യുവ സമിതി ജില്ലാ കൺവീനർ ദീപു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. എം ദിവാകരൻ ചർച്ചകൾ ക്രോഡീകരിച്ചു. വി വി ശ്രീനിവാസൻ സ്വാഗതം, ആനന്ദ് കൈലാസ് നന്ദിയും പറഞ്ഞു. പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ പ്രവീൺ രുക്മ പാട്ടുകൾ അവതരിപ്പിച്ചു. ചിത്രകാരൻ സലീഷ് ചെറുപുഴ പ്രതിരോധ ചിത്രരചന നിർവഹിച്ചു. ചില പ്രയോഗങ്ങൾ ജാതിയുടെ ചങ്കിൽ കുളച്ചു കിടക്കുന്ന ജാതി എങ്ങനെയാണ് സൈദ്ധാന്തികവൽക്കരിക്കപ്പെടുന്നത് എന്നതിൻ്റെ സ്രോതസ്സിലേക്ക് കുത്തിക്കയറുന്ന അംബേദ്കറുടെ വാക്കുകൾ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കും മാറ്റുകയില്ല എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട, ഒന്നുകൂടി ഞാൻ അടിവരയിലാണ്, ജാതി നശീകരണ പ്രസ്ഥാനമാണ് ജൽപത്തോടെ മണ്ഡൽ, അവരാണ് വിളിച്ചത്. ആ ജാതി നശീകരണ പ്രസ്ഥാനത്തിന് ജാതിക്കെതിരായ ഒരു പ്രഭാഷണം ക്ഷണിക്കപ്പെട്ട ആ കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു വെർസറ്റൈൽ ജീനിയസിൽ നിന്ന് എങ്കിൽ വേണ്ട എന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അതാണ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ നിർമൂലനം. നമ്മുടെ ഭരണഘടന പോലും അയിത്തം ഉൾപ്പെടെയുള്ള ജാതിയുടെ അതിക്രമങ്ങളെയാണ്, അതിൻ്റെ തേറ്റകളെയും ദംഷ്ടകളെയുമാണ് അഭിമുഖീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഒരു തേറ്റ പറിച്ചെടുത്താൽ തൽസ്ഥാനത്ത് 1000 തേറ്റകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ അസാധാരണമായ ഊർജ ശേഷി അത് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് വരെ ഇന്ത്യൻ സമൂഹത്തിൽ പ്രകടമായി തന്നെ പല സ്ഥലത്തും ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഭ്രാന്തിൻ്റെ പേരിൽ കൊലകൾ നടക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. നമ്മുടെ പഴയ ആത്മഹത്യയും പഴയ കൊലപാതകവും ചുള്ളിക്കാട്ടിലൊക്കെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, ആത്മഹത്യക്കും കൊലക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. ആ അവസ്ഥ അവസാനിച്ചു. കൊലപാതകങ്ങൾ ഇല്ല എന്നല്ല, ആത്മഹത്യ ഇല്ല എന്നല്ല, എന്നാൽ ആത്മഹത്യ നമുക്ക് കൃത്യം അടയാളപ്പെടുത്താൻ പറ്റും, കൊലപാതകം നമുക്ക് കൃത്യം അടയാളപ്പെടുത്താൻ പറ്റും. എന്നാൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട കൊലകൾ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മർഡർ, അവിടെയാണ് നമ്മൾ രോഹിത് വെമുല ഒരു പാഠപുസ്തകമാണ്. ഒരു പാഠപുസ്തകം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. രോഹിത് വെമുല എഴുതിയ സൂയിസൈഡൽ നോട്ട്, ആത്മഹത്യാക്കുറിപ്പ്, അതിനങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്, മുതിർന്നവർ പഠിക്കേണ്ടതാണ്, അധ്യാപകർ പഠിക്കേണ്ടതാണ്, പൊതുപ്രവർത്തകർ പഠിക്കേണ്ടതാണ്. MGS നാരായണൻ സ്മൃതിയും പുസ്തക കവർ പ്രകാശനവും നാളെ. ചരിത്രകാരൻ MGS നാരായണൻ സ്മൃതിയും പുസ്തക കവർ പ്രകാശനവും ഞായറാഴ്ച നടക്കും. ഡോക്ടർ KKN കുറുപ്പ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ രാവിലെ 11-ന് തെക്കി ബസാർ മോയാരത് ശങ്കരൻ സ്മാരക ലൈബ്രറി നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ KKN കുറുപ്പ് MGS സ്മൃതി ഉദ്ഘാടനവും പ്രകാശനവും നിർവഹിക്കും. ഡോക്ടർ P മോഹൻദാസ് ഏറ്റുവാങ്ങും. ആന്ധ്രാപ്രദേശിലെ ഡോക്ടർ P ചെന്നാർ റെഡ്ഡിയും ഡോക്ടർ KKN കുറുപ്പുമാണ് MGS നാരായണനെ കുറിച്ചുള്ള പുസ്തകം എഡിറ്റ് ചെയ്തത്. ഡോക്ടർ MT നാരായണൻ, ഡോക്ടർ KN വത്സലൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. തലശ്ശേരി സെന്റിനറി പാർക്ക് നാടിന് സമർപ്പിച്ചു. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നവീകരിച്ച ജില്ലാ കോടതിക്ക് മുന്നിലെ സെന്റിനറി പാർക്ക് ഇനി നാടിന് സ്വന്തം. തലശ്ശേരിയുടെ വിനോദ വിശ്രമ കേന്ദ്രമായ പാർക്ക് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പാർക്കിലെ ഓപ്പൺ സ്റ്റേജിൽ ചേർന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബാങ്കിന്റെ 80ാം വാർഷികാഘോഷം റെപ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഉണ്ണിരാജ് വിശിഷ്ട അതിഥിയായി. CK രമേശൻ, CA നാരായണൻ, MS നിഷാദ്, N ഹരിദാസൻ, AK ആബുട്ടി ഹാജി, PP സമീറ, N സുരേഷ്, ഡോക്ടർ ജോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് KP ഹരീന്ദ്രൻ, CPM നൌഫൽ, K അച്യുതൻ, PK ബിജോയ്, C വത്സൻ എന്നിവർ പങ്കെടുത്തു.
ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ സ്വാഗതവും ജനറൽ മാനേജർ CM സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. 80ാം വാർഷികത്തിൽ ബാങ്ക് ആരംഭിച്ച സൗരജ്യോതി കനകധാര വായ്പാ പദ്ധതികൾക്കും തുടക്കമായി. ഉദ്ഘാടനത്തിന് പിന്നാലെ പെയ്ത വേനൽ മഴയെ തുടർന്ന് കലാപരിപാടികൾ ഒഴിവാക്കി. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 3.5 കോടി രൂപ ചെലവിലാണ് സെന്റിനറി പാർക്ക് നവീകരിച്ചത്. നഗരസഭയുമായുള്ള ധാരണാപ്രകാരം 10 വർഷത്തേക്കാണ് പാർക്ക് നടത്തിപ്പിന് ഏറ്റെടുത്തത്. ദിവസവും പകൽ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. 20 രൂപയാണ് പ്രവേശന ടിക്കറ്റ്. ബാങ്കിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് തലശ്ശേരിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് സെന്റിനറി പാർക്ക് നവീകരണം. കണ്ണൂർ ജില്ലയിൽ 18 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യം. പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 18 ആശുപത്രികളിൽ പാമ്പ് കടിയേറ്റാലുള്ള പ്രതിരോധ ആന്റിവെനം ലഭ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു. 6 സർക്കാർ ആശുപത്രികളിലും 12 സ്വകാര്യ ആശുപത്രികളിലുമാണ് നിലവിൽ ആന്റിവെനം സ്റ്റോക്കുള്ളത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ ആശുപത്രി, തലശ്ശേരി ജനറൽ ആശുപത്രി, ഇരിട്ടി താലൂക്ക് ആശുപത്രി, പേരാവൂർ താലൂക്ക് ആശുപത്രി, തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി എന്നീ സർക്കാർ ആശുപത്രികളിലും കണ്ണൂർ AKG ആശുപത്രി, ബേബി മെമ്മോറിയൽ ആശുപത്രി, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, റസ്കി ആശുപത്രി പേരാവൂർ, കണ്ണൂർ ആശ്രമിംസ്, ഡോക്ടർ ജോസ് ക്ലിനിക് കരുവഞ്ചാൽ, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തലശ്ശേരി, സെൻറ് ജോസഫ് ആശുപത്രി കരുവഞ്ചാൽ, തളിപ്പറമ്പ് സഹകരണ ആശുപത്രി, തലശ്ശേരി സഹകരണ ആശുപത്രി, കിംസ് ശ്രീചന്ദ് ആശുപത്രി, സൈറസ് AM ആശുപത്രി പാപ്പിനിശ്ശേരി എന്നീ സ്വകാര്യ ആശുപത്രികളുമാണ് നിലവിൽ പ്രതിരോധ മരുന്ന് ലഭ്യമായുള്ളത്. ആവശ്യമെങ്കിൽ ആന്റിവൈനത്തിൻ്റെ സ്റ്റോക്ക് കൂട്ടുന്ന കാര്യം പരിഗണിക്കുമെന്നും DMO അറിയിച്ചു. രാത്രി 6 മുതൽ 11 വരെ വൈദ്യുതി ഉപയോഗം കുറക്കണമെന്ന് KSEBയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് വേനൽച്ചൂട് കഠിനമായതോടെ വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയർന്നു. കഴിഞ്ഞ ഏപ്രിൽ 18-ന് പ്രതിദിന വൈദ്യുതി ഉപയോഗം 117.16 ദശലക്ഷം യൂണിറ്റ് എത്തി. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള പീക്ക് സമയത്തെ ആവശ്യകത ആദ്യമായി 6033 മെഗാവാട്ടിലേക്ക് ഉയർന്നതായും KSEB അറിയിച്ചു. വിശദമായ വാർത്തകളുമായി അശ്യാന കൂടിച്ചേരുന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30 1 മിനിറ്റ് നേരം വൈദ്യുതി ആവശ്യകത 6195 മെഗാവാട്ട് വരെ എത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ആഭ്യന്തര ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KSEB. എന്നാൽ ആവശ്യകത പരിധിക്കപ്പുറം ഉയർന്നത് പ്രസരണ വിതരണ ശൃംഖലയെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ചിലയിടങ്ങളിൽ വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും ശൃംഖല പുനഃക്രമീകരിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിലെ താൽക്കാലിക പ്രതിസന്ധി മറികടക്കാൻ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ തുടങ്ങിയ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും പീക്ക് മണിക്കൂറിൽ ശേഷം മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുന്നത് വൈദ്യുതി ലാഭിക്കാൻ സഹായകമാകും. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റുപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യുന്നതിലൂടെ പീക്ക് സമയത്തെ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം ലളിതമായ ക്രമീകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് വരാനിരിക്കുന്ന ഉയർന്ന വൈദ്യുതി ബിൽ കുറയ്ക്കാൻ ഉപകരിക്കുമെന്നും KSEB അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖലയെ സംരക്ഷിക്കാൻ ഉപഭോക്താക്കളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണെന്ന് KSEB വ്യക്തമാക്കി. വടക്കൻ മലബാറിലെ ആദ്യ ഗാസ്ട്രോ ഇന്റർനാഷണൽ റേഡിയോളജി സെന്റർ ഇനി കണ്ണൂരിൽ. ആരോഗ്യരംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി വടക്കൻ മലബാറിലെ ആദ്യത്തെ ഗാസ്ട്രോ ഇന്റർവെൻഷണൽ റേഡിയോളജി സെന്റർ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി. വയറുമായി ബന്ധപ്പെട്ട സങ്കീർണ രോഗങ്ങൾക്കും ലിവർ ട്യൂമറുകൾക്കും ശസ്ത്രക്രിയകളില്ലാതെ വേദന കുറഞ്ഞതും മുറിവുകളില്ലാത്തതുമായ ആധുനിക ചികിത്സാ സംവിധാനമാണ് ഗാസ്ട്രോ ഇന്റർവെൻഷണൽ റേഡിയോളജി സെന്ററിലൂടെ ലഭ്യമാക്കുക.
ഡേ കെയർ രീതിയിൽ ചികിത്സ പൂർത്തിയാക്കി അതേ ദിവസം വീട്ടിലേക്ക് മടങ്ങാനാകുന്ന സൗകര്യവും രോഗിക്ക് ഇതിലൂടെ സാധ്യമാകും. കരൾ രോഗങ്ങൾ, സിറോസിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, പിത്താശയ സംബന്ധമായ അസുഖങ്ങൾ, ലിവർ ബയോപ്സി തുടങ്ങിയ വിവിധ ചികിത്സകൾ ഇവിടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കും. ഇന്റർവെൻഷണൽ റേഡിയോളജി ഡോക്ടറായ ഡോക്ടർ പ്രസാദ് ടി പി, ഗാസ്ട്രോ ഡോക്ടർമാരായ ഡോക്ടർ ശ്രീകാന്ത് അപ്പസാനി, ഡോക്ടർ ഗൗരത് ബാബർ, ഡോക്ടർ മുഹമ്മദ് യാസിദ്, CM സർജിക്കൽ ഗാസ്ട്രോ ഡോക്ടർമാരായ ഡോക്ടർ സുമേഷ് പത്മൻ, ഡോക്ടർ ജെയ്സൺ തോമസ് എന്നിവരാണ് കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടനം കിംസ് ശ്രീചാന്ദ് മെഡിക്കൽ ഡയറക്ടറും കാർഡിയോളജി വിഭാഗം മേധാവുമായ ഡോക്ടർ പി രവീന്ദ്രൻ നിർവഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയും വിദഗ്ധ ചികിത്സയും കണക്കുന്ന ഈ പുതിയ കേന്ദ്രം വടക്കൻ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റമാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസീൻ അധ്യക്ഷത വഹിച്ചു. ഇന്റർവെൻഷൻ റേഡിയോളജി ഡോക്ടറായ ഡോക്ടർ പ്രസാദ് TV, ഡോക്ടർമാരായ ഡോക്ടർ സമേഷ് പത്മൻ, ഡോക്ടർ മുഹമ്മദ് യാസീൻ CM, ജെയ്സൺ തോമസ്, ഗൗരവ് ബാബർ, ഡോക്ടർ പ്രഫുല്ല ചേംബർ, മുൻ പ്രസിഡന്റ് മഹേഷ് ചന്ദ്ര, ബാലിക എന്നിവർ പങ്കെടുത്തു. പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. കണ്ണൂർ വിമാനത്താവളം ഇനി സൗരപ്രഭയിൽ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വൈദ്യുത ചാർജ് കുറയ്ക്കുക ലക്ഷ്യത്തോടെ സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. വൈദ്യുത ഉപയോഗം ആരംഭിച്ചെങ്കിലും അടുത്ത മാസം അവസാനത്തോടെ സോളാറിന്റെ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിലാണ് കിയാൽ. 4 മെഗാവാട്ടിന്റെ സോളാർ പവർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ കാർ പാർക്കിംഗ് ഏരിയയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. കാർ പാർക്കിംഗ് ഏരിയയിൽ ചെറിയ തോതിലുള്ള മിനുക്കുപണിയാണ് ബാക്കിയുള്ളത്. കിയാലും ഓറിയാന കവർ കമ്പനിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിമാനത്താവളത്തിലെ വൈദ്യുതി ചാർജ് ഇനത്തിൽ 30 മുതൽ 40% വരെ കുറവുണ്ടാകാൻ സോളാർ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ജനുവരി അവസാനത്തോടെ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി, ഉപയോഗവും തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിനാലാണ് ഉദ്ഘാടനം വൈകുന്നത്. നാഷണൽ സ്കൂൾ ഗെയിംസ് കളരിപ്പയറ്റ് ടീമിന് സ്വീകരണം. ഡൽഹിയിൽ നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച ജില്ലാ ടീമിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ചേർന്ന് സ്വീകരണം നൽകി. അണ്ടർ 17 ആൺകുട്ടികളുടെ നെടുവടപ്പയറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ P ആദിൽ, യജൂർ, K രഞ്ജിത്ത്, മുണ്ടേരി ഗവൺമെന്റ് HS. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയ C കീർത്തന, PP ശ്രീകൃപ, മുണ്ടേരി ഗവൺമെന്റ് HSS. അണ്ടർ 19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയ ഭഗത് K ജനൻ, ആതിരത് സുജിത്, മട്ടന്നൂർ HSS. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗം മെയ്പയറ്റിൽ സ്വർണം നേടിയ അഭിന, പാലാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് PM അഖിൽ, കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PV സോമൻ ഗുരുക്കൽ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് P ശശീന്ദ്രൻ ഗുരുക്കൽ, ട്രഷറർ TP പവിത്രൻ ഗുരുക്കൽ, P ജനാർദ്ദനൻ ഗുരുക്കൽ എന്നിവർ പങ്കെടുത്തു. മെഗാ ഡാൻസ് ഫെസ്റ്റ് കണ്ണൂരിൽ. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ, APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ മെയ് മാസം നടക്കും. 10, 15, 16, 25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നിവയിൽ മത്സരമുണ്ടാകും. ഗ്രൂപ്പ് ഇനത്തിൽ സംഘനൃത്തം 7 പേർ, തിരുവാതിര 10 പേർ, ഒപ്പന 10 പേർ, നാടോടി നൃത്തം 7 പേർ, കൈകൊട്ടിക്കളി 10 പേർ എന്നിവിടങ്ങളിൽ മത്സരമുണ്ടാകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നടക്കും. ജില്ലയിലെ മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് ടീച്ചർ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരവും നൽകും. ഡാൻസ് മത്സരത്തിനുള്ള രജിസ്ട്രേഷനും പുരസ്കാര അപേക്ഷകളും കണ്ണൂർ വലിയോളപ്പുകാവ് റോഡിലുള്ള ഓഫീസിൽ സ്വീകരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447 372316, 9446 947693. ലോകത്തെ ഏറ്റവും ചൂടുള്ള 100 നഗരങ്ങളിൽ 98 എണ്ണവും ഇന്ത്യയിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന 100 നഗരങ്ങളിൽ 98 എണ്ണവും ഇന്ത്യയിലെന്ന് കണക്കുകൾ. ഡസൻ കണക്കിന് ഇന്ത്യൻ നഗരങ്ങളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് കടന്നു. പ്രധാന നഗരങ്ങൾ മാത്രമല്ല ചെറിയ പട്ടണങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ഉഷ്ണതരംഗം എത്രത്തോളം വ്യാപകമാണെന്ന് തെളിയിക്കുന്നു. AQI റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിലാണ് ചൂട് കൂടുതൽ. ശനിയാഴ്ചത്തെ കണക്കനുസരിച്ച് 46 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബിൻകിയാണ് ലോകത്തിൽ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്ന നഗരം. ഉത്തർപ്രദേശിലെ തന്നെ ഫത്തേപൂർ, ഇറ്റോവ എന്നീ നഗരങ്ങളാണ് 2-3 സ്ഥാനങ്ങൾ. ഇവിടങ്ങളിൽ 46 ഡിഗ്രി സെൽഷ്യസാണ് താപനില. 100 നഗരങ്ങളുടെ പട്ടികയിൽ നേപ്പാളിലെ നഗരങ്ങളായ ദർഗതി 57 സ്ഥാനത്തും ലുംബിനി 94 സ്ഥാനത്തുമാണ്.
ഇവയൊഴികെ പട്ടികയിൽ ഉള്ള 98 നഗരങ്ങളും ഇന്ത്യയിലാണ്. ഉത്തരാഖണ്ഡിലെ റൂർക്കിയാണ് 100ാം സ്ഥാനത്തുള്ളത്. ഇത് 44 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തെയും ചുട്ടുപൊളിച്ച് കനത്ത ചൂട് തുടരുകയാണ്. പലയിടങ്ങളിലും ജനങ്ങൾക്ക് സൂര്യതാപം ഏറ്റതായി റിപ്പോർട്ടുകളുണ്ട്. പാലക്കാട് 40.2 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. പുനലൂരിൽ 38.6 ഡിഗ്രി താപനിലയും രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.